നമ്മൾ ഈ കാണുന്നതൊന്നും AI ഇമേജസും വീഡിയോസും ഒന്നും അല്ല കേട്ടോ. ഇസ്രായേലിൽ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഇറാൻ്റെ മിസൈൽ വർഷമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ മിസൈലുകളുടെ സ്പീഡ് അല്ലെങ്കിൽ ആ വരുന്ന അവസ്ഥകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നോക്കണം. അവിടുത്തെ അവസ്ഥകളാണ് പറയുന്നത്. ഇസ്രായേൽ നമ്മൾ വിചാരിച്ച പോലെയല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സ്പെഷ്യലി അലി ലാരിജാനിയുടെ മരണത്തോടു കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുവരെ ഒരു മയത്തിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇട്ടിരുന്നത്. അതൊക്കെ മാറിയിട്ടുണ്ട്. തുരുതുര മിസൈലുകൾ ഇസ്രായേലിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് പരിക്കും ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ ഇത് പുറത്തു വിടുന്നില്ല, അതല്ലെങ്കിൽ ബാക്കി മാധ്യമങ്ങൾ ഇത് പ്രോപ്പറായിട്ട് വരുന്നില്ല. മരണസംഖ്യ എത്ര പറഞ്ഞാൽ ഇന്നും തുടക്കത്തിൽ പറഞ്ഞ 13 തന്നെ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുശേഷമുള്ള മരണസംഖ്യ പറയുന്നില്ല. പക്ഷേ ഓരോ മിസൈൽ വെക്കുമ്പോൾ 30, 40, 50 പേര് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തോട്ട് വരുന്നത്. ഇതിൽ എത്ര പേര് മരിച്ചു എന്നുള്ളത് ഇതുവരെ ഇസ്രായേൽ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഇന്നലെ ഒരു മലയാളി കൂടെ മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ എന്താ പറയുക, ഇസ്രായേലിൻ്റെ ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അതീവ രഹസ്യ സുരക്ഷാ ന്യൂക്ലിയർ ഏരിയ ആയിരുന്നു ഇത്. അവിടെ കംപ്ലീറ്റ്ലി ഇന്നലെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ആണവ നിലയത്തിലോട്ട് തന്നെ 3 മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള തീയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇസ്രായേൽ നമുക്കറിയാം ഇതുവരെ ആണവോർജ്ജം കയ്യിലുണ്ടെങ്കിലും അത് ഇതുവരെ ഒരു പൊതു അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മുമ്പിൽ സൈൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുക, അതിനുള്ള അതോറിറ്റി കിട്ടാത്തൊരു രാജ്യമാണെന്ന് നമുക്കറിയാം. എങ്കിലും അവർ ഉണ്ടാക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല, എന്തും ഉണ്ടാക്കാം, എവിടെയും പതിപ്പിക്കാം. പക്ഷേ തിരിച്ച് ഇറാനാവുമ്പം അവർ കാണിക്കുന്ന കൊള്ളരുതായ്മയെ നമ്മളിപ്പോൾ ഈ യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വട്ടം പിടിച്ച് അല്ലെങ്കിൽ അതിന് വലം പിടിച്ചിട്ട് അമേരിക്ക വന്ന് കാണിക്കുന്ന ചെറ്റത്തരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ. അവർക്ക് അല്ലെങ്കിൽ ട്രംപിനും നെതന്യാഹുവിനും യുദ്ധം ചെയ്യാൻ വേണ്ടി 2 പേരും കാണിച്ചു കൂട്ടിയിട്ടുള്ള ചെറ്റത്തരങ്ങൾ മറച്ചു വെക്കാനും അതിലൂടെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് 2 രാജ്യങ്ങളെ തന്നെ യുദ്ധത്തിലോട്ട് തള്ളിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ അറബ് രാജ്യങ്ങൾ മൊത്തം അതിൻ്റെ ഭാഗമാകേണ്ടി വന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥാനത്താണ് ഇപ്പം ഒരു രക്ഷയില്ലാണ്ട് ട്രംപ് തന്നെ വന്ന് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനെങ്കിലും ഒരു സീസ് ഫയറിലോട്ട് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ചിന്ത വരുന്നത്. കാരണം ആ 48 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാലേ കംപ്ലീറ്റ് തീർന്നു പോയിട്ടുള്ള അയൺ ഡോം സിസ്റ്റത്തിലൊക്കെ റീപാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റീലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ പൊടി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാട്രിയറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ താഡോ ഈ പറഞ്ഞ അയൺ ഡോം ഒന്നും ഇല്ലാത്തൊരവസ്ഥ, വരുന്ന മിസൈലുകളെല്ലാം പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നദാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ആണവ നിലയത്തിലോട്ട് ഇന്ന് അമേരിക്ക ബങ്കർ ബസ്റ്റ് ബോംബുകൾ വരെ ഇട്ട് ഞങ്ങളത് തീർത്തിട്ടുണ്ട് എന്ന് ഇങ്ങനെ കൂലങ്കുശമായിട്ട് ഇങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനേക്കാൾ വലിയ അടി ഇപ്പം ഇറാൻ ഈ പറഞ്ഞ ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ അതിരഹസ്യ തീവ്രമായിട്ടുള്ള ഈ ഒരു ആണവോർജ്ജ നിലയത്തിലോട്ട് ബോംബുകൾ പതിച്ചിട്ടുള്ളത്. അപ്പം ഇറാൻ്റെ ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇറാൻ്റെ മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ വെറും ഡ്രോണുകളും ചെറിയ ചെറിയ മിസൈലുകളും കണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇറാൻ എന്ന് വിചാരിച്ചുള്ള ഓരോരുത്തൻ്റെ അണ്ണാക്കിലോട്ട് അടി കിട്ടുന്ന പോലെയാണ് അവരുടെ ഇപ്പോഴത്തെ ഓരോ മിസൈലുകളും വരുന്നത്. ഓരോ ദിവസം പുതിയ പുതിയ മിസൈലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറഞ്ഞ ഇപ്പോൾ ഈ ഡിമോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 50ൻ്റെ മേലെ പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്നാണ് പറയുന്നത്. 3-4 കെട്ടിടങ്ങൾ കംപ്ലീറ്റ്ലി നശിച്ചു പോയിട്ടുണ്ട് ഈ സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടേക്ക് വന്നിട്ടുള്ള മിസൈലുകളുടെ കൂടെ വന്നിട്ടുള്ള ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചിട്ട് ഒരുപാട് വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബങ്കറുകളും തകർന്നു പോയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളാണ് ഇന്നലെ രാത്രിയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസൊക്കെ പുറത്തോട്ട് വന്നത് ഒരിക്കലും സുഖമുള്ള കാര്യമല്ല. അതായത് ഇതേ സ്ഥാനത്ത് തന്നെ അമേരിക്ക സീസ് ഫയർ വേണം, അല്ലെങ്കിൽ അമേരിക്കക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പം തന്നെ ഞങ്ങളുടെ നിലനിൽപ്പിന് അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്തു കൂടെ മറ്റ് ചില പോസ്റ്റുകളും ട്രംപും ബാക്കിയുള്ള ആളുകൾ ഇടുന്നുണ്ട്. ഞങ്ങൾ യുദ്ധം നിർത്തുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ കൂടുതൽ കപ്പൽ പടാനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, കൂടുതൽ മറൈനുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാനത്ത് നിങ്ങൾ ഏത് ഡിസ്കഷൻ വേണമെങ്കിലും പറഞ്ഞോ, ട്രംപ് ഒരു ദിവസം 10 അല്ലെങ്കിൽ 20 സോഷ്യൽ പോസ്റ്റുകൾ ഇട്ടെങ്കിലും ഇറാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ: ഞങ്ങൾക്ക് യുദ്ധം നിർത്തണ്ട, ഞങ്ങൾ നിങ്ങളെ അടിക്കും, ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, ഞങ്ങൾ പറയും എപ്പോൾ നിർത്തണം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇറാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്രംപാണ് 10 വട്ടം വാർത്താ മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ വന്നിട്ട് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു 100 പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു മരിച്ചിട്ടില്ല, AI വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിവസം 1-2 വീഡിയോ എടുപ്പിട്ടുകൊണ്ടിരിക്കുന്നത്.
അഭിപ്രായങ്ങൾ ഞങ്ങൾ തീർത്തു, ഇനി ഇറാൻ ഇല്ല, ഇറാൻ്റെ എല്ലാം തീർത്തു, നേവി തീർത്തു, ഇറാൻ്റെ മറ്റ് ഏതൊക്കെ പടകളുണ്ട് അതെല്ലാം തീർത്തു, വ്യോമയാനം കംപ്ലീറ്റ്ലി ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോഴും വളരെ ഈസി ആയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലിൻ്റെ F-35 പോലത്തെ അല്ലെങ്കിൽ അമേരിക്കയുടെ F-35 പോലത്തെ റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിമാനത്തിന് അതേ സിസ്റ്റം വെച്ചിട്ടാണ് ഇറാൻ തകർത്തത് കഴിഞ്ഞ ദിവസം. അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. അതായത് ലോകത്ത് ആദ്യമായിട്ട് ഈ ഒരു F-35 തകർക്കുന്ന രാജ്യമായിട്ട് മാറുകയാണ് ഇറാൻ. അതായത് ഒരു റഡാറുകൾക്കും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഇതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന 360 ഏരിയയിൽ ഇതിന് ഏത് മിസൈലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ വരെ കവച്ച് വെച്ചുകൊണ്ടാണ് ഇറാൻ്റെ വെറും ഒരു $3000 മാത്രം വരുന്ന ഒരു ഡ്രോൺ പോലത്തെ ഒരു ചെറിയൊരു മിസൈൽ വന്നിട്ടാണ് ഈ F-35 ഒന്ന് ഇടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇറാന് അതിൻ്റെ ഒരു കീ ലോക്ക് അവർക്ക് കിട്ടി. F-35 പോലത്തെ ഒരു വിമാനം വരുന്ന സമയത്ത് അതിൻ്റെ റഡാറുകളെ കബളിപ്പിച്ച് ഒരു മിസൈലിന് വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ കീ പോയിന്റ് അവർക്ക് കിട്ടി. എങ്ങനെയാണ് F-35 പോലത്തെ ഒരു വിമാനത്തിനെ നമ്മൾ അടിക്കേണ്ടത് എന്നുള്ള ഒരു പ്രത്യേകതരം, അതിൻ്റെ പേര് ഞാൻ മറന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു, ഒരു പ്രത്യേകതരം അൾട്രാ എന്താ പറയുക ഒരു വേവ് സിസ്റ്റം വെച്ചിട്ടാണ് ഇറാൻ അതിനെ പിടിച്ചിട്ടുള്ളത്. അതിന് സപ്പോർട്ട് റഷ്യ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു F-35 അവർ തകർത്തിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടേക്ക് ഒരു F-35 അല്ലെങ്കിൽ വേറെ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ തകർക്കാനുള്ള കീ പോയിന്റ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഇനി തകർത്തുകൊണ്ടേയിരിക്കും. അമേരിക്കയ്ക്ക് സ്വന്തം വിപണിയിൽ, അതായത് സ്വന്തം ആയുധ വിപണിയിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയും കൂടെയാണിത്. കാരണം ഇവരുടെ താഡും ഇവരുടെ പാട്രിയോട്ടും ഇവരുടെ ഈ പറഞ്ഞ F-35 ഒക്കെ പല രാജ്യങ്ങളും പൈസ കൊടുത്ത് വാങ്ങാൻ ക്യൂ നിൽക്കുന്ന സമയമാണ്. കുറേ രാജ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇതെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ റഡാർ സിസ്റ്റങ്ങളൊക്കെ ഇത്ര ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ രാജ്യങ്ങൾ പേടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ആയുധ എന്താ പറയുക മാർക്കറ്റ് അങ്ങ് ഇടിയാൻ പോവാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ട്രംപ് വന്നിട്ട് എങ്ങനെയെങ്കിലും നിർത്താനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സുഖമുള്ള രീതിയിലല്ല യുദ്ധം പോകുന്നത്. ഇപ്പോൾ ഇറാൻ 4000 കിലോമീറ്റർ വരുന്ന മിസൈൽ വരെ പരീക്ഷിച്ച് ഇനി അവരുടെ കയ്യിൽ അവരുടെ ആവനായിൽ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. എത്രയും പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ട്രംപിനും നെതന്യാഹുവിനും ലോകരാജ്യങ്ങൾക്കും ഇറാനും ഇത് നല്ലതായിരിക്കും. ഏതാണെങ്കിലും നമുക്ക് പുതിയ അപ്ഡേറ്റുകളുടെ പറയാം തീർച്ചയായിട്ടും.